ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഈ ചേച്ചിക്കാണ്. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ കയ്യിലിരിക്കുന്ന മീനൊക്കെ കണ്ട കൊഴിയാള, വാള, ചാള, മത്തി, പൂളി. നമ്മുടെ ചേച്ചിയെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് ശമ്പളം കിട്ടുമെന്ന്. നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പറയണം എനിക്ക് ശമ്പളം കിട്ടുമോ ഇല്ലയോ എന്ന്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മീനൊക്കെ ചേച്ചി എവിടെ നിന്നാണ് വാങ്ങിച്ചത്? എവിടെ നിന്ന്? വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നല്ലേ? ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ് മീൻ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ഓക്കെ, നമ്മുടെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന മീനൊക്കെ നമുക്ക് നോക്കാം. ചേച്ചി, ഈ വാള മീൻ എത്ര രൂപയ്ക്ക് കൊടുക്കും? രണ്ടെണ്ണ 550 രൂപയ്ക്ക് കൊടുക്കും. കാരണം എന്താന്ന് പറയാം, നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീൻ തന്നെയാണ്. ചേച്ചി വൺ വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മീനാണ് ഇത്. ഈ വേളാവ് മീൻ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇത് 300 രൂപയ്ക്കും കൊടുക്കും. കാരണം നമുക്ക് അവിടെ ഒരു 250 രൂപ ആയാലും ശരി തന്നെ, നമുക്കിവിടെ ഒരു 300 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചുമട്ടുകൂലി, ഐസ് കൂലി എല്ലാം ഇവർക്ക്. കൊഴിയാള 100 രൂപ, ചാള, മത്തി, ചാള എന്നൊക്കെ പറയുന്ന സാധനം 50 രൂപയ്ക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നോ എന്നാണ് ചേച്ചിക്ക് അറിയേണ്ടത്. ഞാനാ ഇന്ന് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ മുകളിലിരുന്ന് കച്ചവടം ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരും അതുപോലെ അമ്മച്ചിമാരൊക്കെ വിൽക്കുന്നത് ഫ്രഷ് മീനാണോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറയുന്നതെന്ന് പറയാം, ഇത് ഈ മീനൊക്കെ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന മീനുകൾ ഇവർ ലാഭത്തിൽ കിട്ടുന്ന സമയമേ ഇവിടെ വന്ന് അവർ ലേലത്തിൽ പിടിച്ച് ഇവിടെ കൊണ്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം ചൗക്കയെന്ന്, അതായത് വിഴിഞ്ഞം വിഷ്ലാൻഡ് എന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു 50-100 രൂപയെ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് തരത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമട്ടുകൂലി, ഐസ്, അതുപോലെ മറ്റ് ചിലവുകൾ, അവരുടെ ജോലിക്കൂലിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ വാങ്ങുന്നത്. ഇവിടെ അഴുക്ക മീൻ, ഏതെങ്കിലും ഐസിനുള്ള കാര്യങ്ങളുള്ള മീനൊക്കെ ഇവിടെ വന്ന് ഇവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പണി കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മീൻ വാങ്ങാം, ആ ഒരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ആയിരുന്നു നമ്മുടെ സീസൺ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവാണ്. ഇവർ രാവിലെയൊക്കെ വരുന്ന മീൻ, അതായത് നമ്മുടെ വലപ്പണിക്കൊക്കെ മീനുണ്ട്. വൈകുന്നേരം 3 മണിക്ക് 3:30 മണിക്കൊക്കെ പണിക്ക് പോയിട്ട് രാത്രി 11 മണി വരെ വരുന്ന കൂട്ടുകാർക്കൊക്കെ, അതായത് വള്ളക്കാർക്കൊക്കെ മീനുകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും വാള, അതുപോലെ അയില, ചൂര, അങ്ങനത്തെ മീനുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആളുകളില്ലാതെ പക്ഷേ ഇവർക്ക് ലാഭത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വാങ്ങിച്ചു വെച്ചിട്ടാണ് നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് മീനൊക്കെ അവർ, അതായത് അവരുടെ ചിലവും അവരുടെ ജോലിക്കൂലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റേറ്റാണ് പറയുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മീൻ വാങ്ങാം. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നിങ്ങൾ കട്ട് ചെയ്യാൻ കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, അവർ നേരെ പൈസ തിരികെ തരും കേട്ടോ. ഒരു പേടിയും വേണ്ട.